നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ലോകകപ്പിൽ റൗണ്ട് ഓഫ് 32 അവസാനിച്ചിരിക്കുന്നു. ഇനി പ്രീ ക്വാർട്ടർ മത്സരങ്ങളാണ്. അതായത് ഒരു ഘട്ടം കൂടി അവസാനിച്ചു. ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞു, റൗണ്ട് ഓഫ് 32 കഴിഞ്ഞു. ഇനി അവസാന 16 ടീമുകൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് പുതിയ ലോക ചാമ്പ്യന്മാരെ അറിയാനായി ബാക്കിയുള്ളത്. അതിനുവേണ്ടി ഓരോ ദിവസവും കഴിയുമ്പോൾ മത്സരങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പം ഇനി 16 ടീമുകൾ മാത്രം, 8 മത്സരങ്ങൾ, 16 ടീമുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആകെയുള്ള 48 നിന്നും അത് 32ആയി, അവിടെ നിന്ന് 16ആയി ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീമും വാശിയോടെ കളിക്കുന്നു. ഓരോ ദിവസവും കഴിയും തോറും അങ്ങനെ ആവേശം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇന്നലെ ഈ റൗണ്ട് ഓഫ് 32 അവസാന മത്സരവും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ അർജൻറ്റീനയുടെ മത്സരം ഉണ്ടായിരുന്നു, കൊളംബിയ ഘാന മത്സരം ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം ഉണ്ടായിരുന്നു. ഈ 3 മത്സരങ്ങളാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നടക്കാനുള്ളതിൽ പ്രധാനപ്പെട്ട മത്സരം കാനഡയും മൊറോക്കോയും തമ്മിൽ മത്സരമുണ്ട്, ഫ്രാൻസും പരഗ്വേയും തമ്മിൽ മത്സരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവേശം കൂടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തെ പറ്റി പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നലത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്ന് അർജൻറ്റീന കാബോ വെർഡെ പോരാട്ടമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അർജൻറ്റീനയെ വിറപ്പിച്ച് കീഴടങ്ങി കാബോ വെർഡെ എന്ന് പറയാൻ സാധിക്കും. കാരണം 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകുന്നു. ആ എക്സ്ട്രാ ടൈമിൽ പോലും ഗോൾ അടിച്ചുകൊണ്ട് അർജൻറ്റീനയെ വിറപ്പിക്കുന്ന ഒരു കാബോ വെർഡെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവസാന മിനിറ്റുകളിൽ നേടിയ ആ ഒരു ഗോളിൻ്റെ ഒരു സെൽഫ് ഗോളാണ്. ഗോളിൻ്റെ പശ്ചാത്തലത്തിൽ അർജൻറ്റീന ഒരു വിജയം സ്വന്തമാക്കുന്നു, 3-2 ഒരു വിജയം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ 29-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ കാലിൽ നിന്നും ഒരു ഗോൾ പിറന്നു. ആ ഗോൾ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. പിന്നെ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാബോ വെർഡെ ഒരു ഗോൾ നേടി. അങ്ങനെ 1-1 എന്നൊരു സ്കോറിൽ മത്സരം അവസാനിക്കാൻ പോകുന്നു. 90 മിനിറ്റ് ആയപ്പോഴും, ഇഞ്ചുറി ടൈം ആയപ്പോഴും ആ 1-1 തന്നെ നിൽക്കുന്നു. അവിടെ നിന്ന് വീണ്ടും മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈമിൽ 2-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഗോൾ അർജൻറ്റീനയ്ക്ക് നേടുന്നു. അങ്ങനെ 2-1 ഒരു ലീഡ് അർജൻറ്റീനയ്ക്ക് ലഭിക്കുന്നു. അങ്ങനെ 92-ാം മിനിറ്റിൽ അർജൻറ്റീന ഗോൾ നേടി മത്സരം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ വീണ്ടും മിനിറ്റുകൾക്കകം അങ്ങനെ ഒരു ഗോൾ കാബോ വെർഡെയുടെ ഭാഗത്തുനിന്ന് വീഴുന്നു. അങ്ങനെ 2-2 സമനില എന്നൊരു സ്കോറിലേക്ക് അർജൻറ്റീന പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മത്സരം അവിടെ നിന്ന് വീണ്ടും കാബോ വെർഡെ അതിശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നു. അവരൊരു സമനിലയിൽ അർജൻറ്റീനയെ ഒതുക്കിയതിന് ശേഷം ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുമ്പോൾ ഷൂട്ടൗട്ടിൽ അർജൻറ്റീന കാര്യങ്ങൾ കുറച്ച് കടുപ്പമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും ശ്രദ്ധേയം അവരുടെ ഗോളിയുടെ ഓസ്നയുടെ ഒരു പ്രകടനം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു അത്രത്തോളം ശക്തനായ ഒരു ഗോൾ കീപ്പർ ഉള്ളപ്പോൾ അർജൻറ്റീന പോലൊരു ടീമിന് എത്രത്തോളം ഈ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യമൊക്കെ അതിനിടയ്ക്ക് ഉയർന്നിരുന്നു. കാരണം മെസ്സിയുടെ ഫ്രീ കിക്ക് അടക്കം അവരുടെ ഗോൾ കീപ്പർ വാസ്നിയെ തടഞ്ഞിട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാത്രമല്ല കുറേ അധികം മികച്ച സേവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കിയാൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മത്സരം പുരോഗമിക്കുകയും വീണ്ടും ഒരു ഗോൾ അർജൻറ്റീനയ്ക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മെസ്സിയുടെ കോർണറിൽ അതിൽ നിന്ന് ഒരു കോർണർ എടുക്കുമ്പോൾ കാബോ വെർഡെ ടീമിൽ വന്നൊരു ആശയക്കുഴപ്പം അത് ഒരു ഓൺ ഗോളായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-2 എന്നൊരു സ്കോറിലേക്ക് എത്തുന്നു. വീണ്ടും തുടരെ അർജൻറ്റീനൻ പോസ്റ്റിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ കാബോ വെർഡെ ശ്രമിച്ചെങ്കിലും പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. അവസാന മിനിറ്റിലൊക്കെ അതിശക്തമായ പ്രകടനങ്ങളൊക്കെ കാബോ വെർഡെയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒപ്പം മാർട്ടിനസിൻ്റെ ഒരു പ്രകടനം, അർജൻറ്റീനൻ ഗോൾ കീപ്പറും മാർട്ടിനസിൻ്റെ ഒരു പ്രകടനം എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ചില മനോഹരമായ സേവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മത്സരം അർജൻറ്റീന വിജയിച്ചത്. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 60% മത്സരത്തിൻ്റെ പൊസിഷൻ പന്ത് കൈവശം വെച്ചിരുന്ന അർജൻറ്റീനയായിരുന്നു. അപ്പം മെസ്സിയുടെ ഒരു കളി അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആദ്യത്തെ ഒരു ഗോളാണെങ്കിൽ പോലും അവസാനത്തെ ഒരു കോർണറിൽ ആണ് അവസാനത്തെ ഗോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അസിസ്റ്റും മെസ്സിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ ഗോളുകളുടെ റെക്കോർഡ് മാത്രമല്ല, അസിസ്റ്റിൻ്റെ റെക്കോർഡും മെസ്സിയുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ചില മനോഹരമായ നിമിഷങ്ങളൊക്കെ അർജൻറ്റീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇനി കാബോ വെർഡെയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. അവർക്കത് പറയാതിരിക്കാൻ വയ്യ. കാരണം അർജൻറ്റീന ഒരു ഗോൾ അടിക്കുമ്പോൾ അർജൻറ്റീന മുന്നേറ്റം വരുന്ന സമയത്ത്, അത് കിട്ടുന്ന സമയത്ത് വളരെ വേഗത്തിൽ പന്ത് കൊണ്ട് അർജൻറ്റീനയുടെ പോസ്റ്റിലേക്ക് എത്തുന്ന കാബോ വെർഡെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു കൗണ്ടർ അറ്റാക്ക് അവർ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അസാധാരണമായ ഒരു പോരാട്ട വീര്യം അതെടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം അർജൻറ്റീന പോലും ലോക ചാമ്പ്യന്മാരെ
അധിക സമയം വരെ 90 മിനിറ്റ് കഴിഞ്ഞ് 120 മിനിറ്റിലേക്ക് മത്സരം എത്തിക്കുന്നതിൽ പിടിച്ചു നിർത്തി അവർ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു പോരാട്ട വീര്യം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ ലയണൽ മെസ്സിയാണ് ഇന്നലത്തെ കളിയിലെ താരം. ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടം കൊളംബിയയും ഘാനയും തമ്മിലുള്ളതായിരുന്നു. 1-0 ഒരു വിജയം കൊളംബിയ സ്വന്തമാക്കി. ഘാന പുറത്താവുന്നു. കൊളംബിയ ഈ ഒരു ലോകകപ്പിലെ അവസാന 16ലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ ഭൂരിഭാഗവും കൊളംബിയ തന്നെ നിയന്ത്രിച്ചു എന്ന് പറയാൻ സാധിക്കും. രണ്ടാം പകുതിയിൽ ജോൺ അരിയസ് നേടിയ ഒരു ഗോളാണ് കൊളംബിയയ്ക്ക് അനുകൂല വിജയ ഗോളായി മാറുന്നത്. ഘാനയ്ക്ക് മത്സരത്തിൽ ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും അവർക്ക് നേടാനായില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ട കാര്യമാണ്. കൊളംബിയ മികച്ച മിഡ്ഫീൽഡിലെ കൺട്രോൾ അവർക്കുണ്ടായിരുന്നു. മികച്ച രീതിയിൽ മിഡ്ഫീൽഡിൽ കളിക്കാൻ സാധിച്ചു. കൺട്രോൾ അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ കൃത്യമായ പാസിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഡിഫെൻസീവിൽ അവർ വളരെയധികം ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഘാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്രമണത്തിൽ അവരുടെ അറ്റാക്കിൽ മൂർച്ച ഉണ്ടായിരുന്നില്ല, ആക്രമണങ്ങളിൽ മൂർച്ച ഉണ്ടായിരുന്നില്ല. എന്നാൽ കൗണ്ടർ അറ്റാക്കുകൾ അത് അവർ നടത്താൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അതും വിജയിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ജോൺ അരിയസാണ് ഒരു ഗോൾ നേടി. ജോൺ അരിയസാണ് കളിയിലെ താരമായി മാറിയത്. ഇനി ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1-1 സമനില പാലിച്ചതിന് ശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-2 വിജയം ഈജിപ്റ്റ് സ്വന്തമാക്കുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. ഇരു ടീമുകളും അതിമനോഹരമായി തന്നെ കളിച്ചു എന്ന് പറയാം. ഈജിപ്റ്റ് ആദ്യം ലീഡ് നേടിയത് ഈജിപ്റ്റാണ്. പക്ഷേ ഓസ്ട്രേലിയ സമനില നേടിയെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അധിക സമയത്തും വിജയം കണ്ടെത്താനായില്ല. അതായത് മത്സരം 90 മിനിറ്റ് കഴിഞ്ഞ് 120 മിനിറ്റ് പോയിട്ട് പോലും ഒരു ഗോൾ നേടാൻ എൻ്റെ ടീമിന് പിന്നെയും സാധിച്ചില്ല. അങ്ങനെയാണ് ഷൂട്ടൗട്ടിലേക്ക് കടന്നത്. ഷൂട്ടൗട്ടിൽ ഈജിപ്റ്റ് 4-2 വിജയിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈജിപ്റ്റ് ലോകകപ്പിൻ്റെ നോക്കൗട്ട് മത്സരം വിജയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നു. അതായത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് നോക്കൗട്ടിൽ വിജയിച്ചുകൊണ്ട് ഈജിപ്റ്റ് മുന്നേറുന്നത്. ഈജിപ്റ്റിലേക്ക് വന്ന് മികച്ച പ്രതിരോധമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പെനാൽറ്റിയിൽ ആത്മവിശ്വാസം അവർക്ക് വളരെ വലുതായിരുന്നു. അത് അവർക്കൊരു വിജയം സംബന്ധിച്ചു. കാരണം 4-2 ഒരു വിജയം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ വിജയം തന്നെയാണ്. ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശാരീരികമായ മികവ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ നിരവധി അവസരങ്ങൾ അവർ പാഴാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിജയത്തോടു കൂടി എന്തായാലും ഈജിപ്റ്റും അവസാന 16ലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന 3 മത്സരങ്ങൾ. അങ്ങനെ ഈ 3 മത്സരങ്ങളോടുകൂടി ഈ ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പൂർത്തിയായി. അടുത്ത ഘട്ടത്തിലേക്ക് ആരംഭിക്കാനുള്ള, അതായത് അവസാന 16 മത്സരങ്ങൾ, പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. അങ്ങനെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീ ക്വാർട്ടറിൽ ആദ്യത്തെ മത്സരം നടക്കുന്നത് കാനഡയും മൊറോക്കോയും തമ്മിലുള്ളതാണ്. ആതിഥേയരായ കാനഡ മൊറോക്കോയെ നേരിടുന്നു എന്നുള്ളതാണ്. കാനഡയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഖത്തറിനെ 6-0 തകർത്തതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു തോൽവി അവർ വഴങ്ങിയിരുന്നു. ഒപ്പം മറ്റു മത്സരങ്ങളുടെ ഫലം കൂടി നോക്കിയാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്യാവശ്യം മികച്ച പ്രകടനം തന്നെ കാനഡയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ റൗണ്ട് ഓഫ് 32 സൗത്ത് ആഫ്രിക്ക എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നത്. മൊറോക്കോയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചു. ഹെയ്തിക്കെതിരെ 4-2 വിജയം സ്വന്തമാക്കി. അതൊക്കെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചത്. അങ്ങനെയായിരുന്നു. റൗണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെ തകർത്തുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയ മത്സരം, അതിൽ നെതർലൻഡ്സിനെ തകർത്തുകൊണ്ടാണ് മൊറോക്കോ എന്തായാലും ഈ ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലേക്ക് വരുന്നത്. കാനഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൽഫോൺസോ ഡേവിസും ജോണതൻ ഡേവിഡും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ. അവരെയൊക്കെ ആസ്വദിച്ചായിരിക്കും അവരുടെ കളി മെനയുക. മൊറോക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈബരിയും ബോനോയും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു മനോഹരമായ മത്സരം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രീ ക്വാർട്ടറിന് തുടക്കത്തിൽ തന്നെ എന്ന് പറയാം. കാനഡയും മൊറോക്കോയും തമ്മിലുള്ള പോരാട്ടം. മറ്റൊരു പോരാട്ടമുള്ളത് ഫ്രാൻസും പരഗ്വേയും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. ദശാംശിൻ്റെ ഫ്രാൻസ് പരഗ്വയെ നേരിടാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം തന്നെ ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇറാഖിനെ 3-0 തകർത്തു. നോർവേ 4-1 തകർത്തു. അങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ അങ്ങനെ തുടർച്ചയായി വിജയം നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് അവർ റൗണ്ട് ഓഫ് 32 എത്തുന്നത്. റൗണ്ട് ഓഫ് 32 സ്വീഡനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് ഫ്രാൻസ് അവിടെ നിന്നും പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. ഇനി പരാഗ്വേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം തന്നെ പരാഗ്വേയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അതിലൊക്കെ ശ്രദ്ധേയമായി അവരുടെ പ്രകടനം നിൽക്കുന്നത് ഈയൊരു റൗണ്ട് ഓഫ് 32 മത്സരമാണ്. കാരണം ജർമ്മനിയെയാണ് അവർ തോൽപ്പിച്ചത്. 4-3 ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വന്നു. 4-3 ഒരു വിജയം അവർക്ക് സ്വന്തമാക്കാനായി എന്നുള്ളതാണ്. അങ്ങനെ ജർമ്മനിയെ തകർത്തുകൊണ്ടാണ് പരഗ്വേ പ്രീ ക്വാർട്ടറിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ച് ഒരു ചെറിയ ടീമായി കാണേണ്ടതില്ല. മികച്ചൊരു പോരാട്ടം തന്നെ നടക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഫ്രാൻസിലെ അവരുടെ ശക്തി, കരുത്ത് എന്ന് പറയുന്നത് എംബാപ്പയും ഡെംബാലയും അടങ്ങുന്ന ആ ഒരു ടീമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഇന്ന് നടക്കാൻ പോകുന്നത് ഫ്രാൻസിൻ്റെ വേഗമേറിയ ആക്രമണം, ഒരു അറ്റാക്ക്, അതായത് ഡെംബാലയും എംബാപ്പയും അടങ്ങുന്ന ഒരു അറ്റാക്കും പരഗ്വേയുടെ സംഘടിതമായൊരു പ്രതിരോധവും തമ്മിലുള്ളൊരു പോരാട്ടമായിരിക്കും നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല.
ഇന്ന് പാരഗ്വേ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എംബാപ്പയെ തടയുക എന്നുള്ളത് തന്നെയാണ് അവരിന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയാൻ സാധിക്കും. അതാണ് ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു പോരാട്ടമുള്ളത്. അങ്ങനെ ലോകകപ്പ് ആവേശം ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ കൂടി ആരംഭിക്കുന്നു. ഈ പ്രീ ക്വാർട്ടറിലെ 8 മത്സരങ്ങൾ പൂർത്തിയായാൽ പിന്നെ അത് ക്വാർട്ടറിലേക്ക് മാറും, അവിടെ നിന്ന് സെമി, പിന്നെ ഫൈനൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഒരു ലോകകപ്പിൻ്റെ തിരശ്ശീല വീഴാൻ, ലോക ചാമ്പ്യന്മാരെ അറിയുന്നതിന് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ കഴിയുന്തോറും ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ചെറിയ ടീമുകൾ പല വലിയ വമ്പന്മാരെയും വിറപ്പിച്ച് കീഴടങ്ങുന്നു, അല്ലെങ്കിൽ വിറപ്പിച്ച് വിജയിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അത് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ.